ഞാൻ ഇതുവരെ വരച്ചിട്ടുള്ള പെൻസിൽ ഡ്രോയിങ്സിൽ എനിക്ക് കുറച്ചും കൂടി പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദ ഡ്രോയിങ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാം. ഗ്രാഫൈറ്റ് പെൻസിൽസും ചാർക്കോൾ പെൻസിൽസും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ചിത്രം വരച്ചിരിക്കുന്നത്. അത്യാവശ്യം സൈസുള്ള ഒരു ചിത്രമാണ്. ഇതിലെ ഡീറ്റെയിലിംഗ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് അത്യാവശ്യം എഫേർട്ട് എടുത്ത് വരച്ച ഒരു ചിത്രമാണ്. ഒരു ലയൺ കിങ് ആണ് ഇതിൻ്റെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. രാജാവായിട്ടുള്ള ഒരു സിംഹം എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം കാട്ടിലെ രാജാവാണെന്നൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പല കഥകളിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കിരീടമൊക്കെ വെച്ച് ഒരു കുറച്ചും കൂടി ഡിസൈൻസ് ഒക്കെ ഉള്ള ചുറ്റും റോസ് ഫ്ലവേഴ്സും അതിൻ്റെ ലീവ്സും ഒക്കെ വരുന്ന ഒരു സിമ്മെട്രിക്കൽ പോലെ തോന്നുന്ന ഒരു ചിത്രമാണത്. ചിത്രം വരച്ച സമയത്ത് എനിക്ക് എൻ്റെ മൈൻഡിനെ കൂടി കുറച്ചും കൂടി മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചിത്രം വരച്ചിരിക്കുന്നത്. സോ നോർമലി നമ്മളൊരു ഡ്രോയിങ് ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സുമായിട്ട് ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആവും. അതിൻ്റെ സബ്ജക്റ്റ് നമ്മൾ സാഡ് ആയിട്ടുള്ള വിഷമങ്ങളുള്ള ചിത്രങ്ങളാണ് കൂടുതൽ വരയ്ക്കുന്നെങ്കിൽ നമ്മുടെ മനസ്സ് പതിയെ ആ സാഡ്നെസ്സിലോട്ട് വരും. നമ്മൾ ഹാപ്പിനെസ് ഉള്ള ചിത്രങ്ങളാണ് വരയ്ക്കുന്നെങ്കിൽ നമ്മുടെ മനസ്സ് പതിയെ ഹാപ്പിനെസ്സിലോട്ട് വരും. പക്ഷേ ഞാനിവിടെ വരച്ചത് ഒരു സിംഹത്തിനെയാണ്. എൻ്റെ മനസ്സ് പതിയെ ഒരു സിംഹത്തിൻ്റെ മൈൻഡ് സെറ്റിലോട്ട് വളരെയധികം മോട്ടിവേഷനിലോട്ട് എത്തിക്കാനായിട്ട് ഈ ഒരു ചിത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചിത്രം കണ്ടിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എന്തൊക്കെയാണ്, ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്താമോ? വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.